അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാന ജല്ല ജലാലു. എന്താണ് ഈ നൗഷാദ് പറയുന്നത്? ഈ നൗഷാദ് എന്തായി പറയുന്നത്? ഇവർ സ്റ്റേജൊക്കെ കെട്ടിയാണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു നമുക്ക് വല്ല റോഡ് സൈഡിലാണ് ജനങ്ങൾ കേൾക്കുന്ന കൊടുത്താണ്. അതൊന്നല്ല കേട്ടോ, വാതിലടച്ച് കണ്ടുള്ള സ്റ്റേജാണ്. അത് വേറെ വിഷയം. പലയിടത്തും ഇവർ പരിപാടി നടത്തുന്നത് വാതിലടച്ചിട്ടുള്ള സ്റ്റേജിലാണ് വെല്ലുവിളിക്കുന്നതൊക്കെ. ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഏതായാലും ആവട്ടെ, ഇവനെന്താ പറയുന്നത് ഒന്ന് കേട്ടോ കാണി. മശായിഖിന്റെ മടിത്തട്ടിൽ വളർന്ന അഹ്ലുസുന്നയുടെ രാജകുമാരനായ ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മശായിഖിന്റെ മടിത്തട്ടിൽ വളർന്ന അഹ്ലുസുന്നയുടെ രാജകുമാരനായ ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ പറയുന്നത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവൻ്റെ ഷെയ്ഖായ കോമാട്ടുചാലിൽ അബ്ദുള്ളാൻ്റെ മടിത്തട്ടിലാണ് വളർന്നിരിക്കുന്നത്. കോമാട്ടുചാലിൽ അബ്ദുള്ളയും അതല്ലെങ്കിൽ സുലൈമാൻ ബാവ അല്ലേ, സുലൈമാൻ ബാവയും ഇവരൊക്കെ ഇവരുടെയൊക്കെ നിയന്ത്രണത്തിലും ഇവരുടെയൊക്കെ നോട്ടത്തിലുമാണ് ആരുണ്ടായിരിക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓൻ തന്നെ ഉഷാദ് പോയി ഷഹാദത്തിലും വലിയാണ്ട് മുസ്ലിമാന്ന് നോക്കും. എന്ത് വർത്താനാ ജി പറയുന്നടാ? ഇജ ആരെ ഈ കൊച്ചാക്കണത്? ആർക്ക് വേണ്ടിയിട്ടാണ് ജി കൊച്ചാക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഞ്ഞമ്മ ഒന്ന് പറഞ്ഞ. എടാ ചെങ്ങായി, എന്തെങ്കിലും ഒരു അന്തം അടുത്തു കൂടെ പോകണ്ട എനിക്ക്. അല്ല, കാര്യം എങ്ങനെയാലും കുഞ്ഞമ്മ പറഞ്ഞിട്ടില്ല ഞങ്ങൾ. എന്തെങ്കിലും കുഞ്ഞമ്മീന് അന്തല്ല, അത് വേറെ വിഷയം. എന്നാലും അന്തല്ലെങ്കിലും പറഞ്ഞല്ലോ, എന്തെങ്കിലും അടുത്ത് കൂടി പോകണ്ടേ. അത് പമ്പൈസിനും കൂടി കൂടിയിട്ടാണ് പറയുന്നത്. പമ്പൈസും കൂടി വന്നോട്ടെ. ദജ്ജാലു ഹാദിഹിൽ ഉമ്മ. ഇയാൾക്കൊക്കെ പറ്റിയ പേര് ദജ്ജാലുൽ ഉലമാന. അപ്പം അവനെ കണ്ടോ, കുറ്റം പറയാണ്. കേട്ടില്ല ഞങ്ങൾ പറയുന്നത്? ഈ വൃത്തികെട്ടവൻ ഏതോ ഗ്രഹണം പിടിച്ച നേരത്ത് ഭൂമിയിലേക്ക് വന്ന ഈ പമ്പൈസ് പറഞ്ഞ കേട്ടില്ല ഞങ്ങൾ? ഇത്രയും വൃത്തികെട്ടവൻ ഇനി ഇവനല്ലാതെ ആരുള്ളത്? വൃത്തികെട്ടവന് ആരെ പറയണേ? സുൽത്താൻ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചാണ് പറയുന്നത്. അവരവരെ സ്വഭാവം കാണിച്ച് പണ്ട് അമ്പൂരി പറഞ്ഞമാതിരി അവൻ തിന്നുന്നത് അവൻ പറയുന്നു, നാം തിന്നുന്നത് നാം പറയുന്നു എന്ന് പറഞ്ഞമാതിരി ഓന്റെ സംസ്കാരം അവൻ കാണിച്ചു. അത് വിട്ടേക്കും മക്കളെ എന്ന് പറഞ്ഞു. സംഭവം കുഞ്ഞേമ്മ പറഞ്ഞ പോലെ കുഞ്ഞേമ്മ എന്തല്ലാത്തവനാണെങ്കിലും ഓരോരുത്തരുടെ സ്വഭാവം കാണിക്കുകയാണ്. ആ സ്വഭാവമാണ് ഇപ്പോൾ അവിടെ കാണിച്ചത്. നൗഷാദും പമ്പൈസൊക്കെ കാണിച്ചത് അവിടെ അതാണ്. അത് കുഞ്ഞേമീന് വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ ഓനെന്ത് ചെയ്തു? ഓരോരുത്തരുടെ സ്വഭാവം കാണിക്കുമെന്ന് പറഞ്ഞ് എല്ലാം തന്നെ എസ്കേപ്പായി. നമുക്ക് അസലുണ്ടല്ലോ, ഇവരെ പോലെ അല്ലല്ലോ. നമുക്ക് അഡ്രസ് ഉണ്ട്, നമ്മൾ ഔലിയാക്കളുടെ ആളുകളാ. ബെൽക്ക് അസലും ഫസലും ഒക്കെ ഉണ്ട്. വേറുള്ളവർക്കൊന്നും അസലും ഫസലും ഒന്നുമില്ല. കാരണം എന്തേ? ഔലിയാക്കന്മാരാണ് ഓരോ ആൾക്കാർ. ആര്? സുലൈമാൻ ബാവയാണ് ഓരോ ആൾക്കാർ. എന്താ ചങ്ങായി ജനങ്ങളെ പൊട്ടനാക്കണത്? തെറിയും ചീത്തയും പറയുന്ന ഏർപ്പാട് നമുക്കില്ല. അതിനായിട്ടൊരു ടീം കൂടെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദർശം പറയും. തെറിയും ചീത്തയൊന്നും പറയുന്ന കാര്യം നമ്മൾ ഏറ്റെടുക്കണ്ട. അതിനൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടേ. പമ്പൈസും കുഞ്ഞേമൊക്കെ ഉണ്ടല്ലോ. ഈ ഹൈവാമാർ എങ്ങോട്ടാ പോണ്? പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാര് നേരത്തെ പോകരുത് അറിഞ്ഞിടത്തേക്കാ പോണ്. തെറിയും ചീത്തയൊന്നും ബലത്തിലുള്ള ഏർപ്പാടല്ല. അന്നും ഒരു പറയില്ല കേട്ടോ. തെറിയും ചീത്തയും പറയുന്ന ഏർപ്പാടൊന്നും ഓരോരുത്തുള്ളതല്ല. പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഹഴവാമാർ പിന്നെ എവിടേക്കാ പോണത്? ഈ പറഞ്ഞത് ആരെന്നറിയോ? AP ഉസ്താദിനെയും ചെറിയ AP ഉസ്താദിനെയാണ്. AP ഉസ്താദിനെയും ചെറിയ AP ഉസ്താദിനെയാണ് ഈ പറയണത്. ഈ ഹേമാമാർ പിന്നെ എങ്ങോട്ടായി പോണത്? എന്താല്ലേ ഇവൻ്റെയൊക്കെ മനസ്സിൻ്റെ കട്ടി നോക്കുകയാണ് നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാർ. ഇവൻ്റെയൊക്കെ മനസ്സ് നോക്കണം. എത്രമാത്രം വികൃതമായിക്കണ്, എത്രമാത്രം ശൈത്താൻ കയറിയിക്കണ്, എത്രമാത്രം അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ആദ്യ പ്രസംഗങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ഒന്നും വേണ്ട.
അപ്പൊ അതുകൊണ്ട് ഞാൻ തീർത്തു പറയുന്നു, പഴയ AP ഉസ്താദ് ഉണ്ട്, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ആ AP ഉസ്താദിനോട് ഇവിടെ ആർക്കും എതിരഭിപ്രായമില്ല. നിങ്ങളായിട്ട് ചിലത് പറയിപ്പിച്ചു, അതിന് ഞങ്ങൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കുള്ള മറുപടിയാണ്. ഇപ്പോൾ AP ഉസ്താദിനെ നന്നാക്കണം എന്തായാലും ചിലയിടത്ത്, അഥവാ കുറേ കാലമായിട്ട് 2013 ഇവരെ എടുത്തെറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ 2024 വരെ AP ഉസ്താദിനെ പുകയത്തിക്കൊണ്ടാണ് നടന്നിരിക്കണം കേട്ടോ. അത് വേറെ വിഷയം. പക്ഷേ ഇപ്പോൾ ഈ 2025, 26 കാലങ്ങളിലാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കണത്, AP ഉസ്താദിനെ പറയൽ തുടങ്ങിയത്. ഇപ്പോൾ നിക്കകളില്ലാതെ വന്നിരിക്കണം, എവിടെയും ചെല്ലാൻ പറ്റണില്ല. AP ഉസ്താദിനെ പറഞ്ഞപ്പോൾ പിന്നെ എവിടെയും ചെല്ലാൻ പറ്റണില്ല, എവിടേക്കും കയറി ചെല്ലാൻ പറ്റണില്ല. ഈ കയറി ചെല്ലാൻ പറ്റാതെ വന്നപ്പോൾ ഇപ്പോൾ 1-2 പ്രസംഗത്തിൽ ഈ രൂപത്തിലൂടെ അങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. AP ഉസ്താദ് എന്നൊക്കെ പറയുന്നുണ്ട്. AP ഉസ്താദ് ഒന്നും വിളിച്ചണ്ട, കാന്തപുരത്തെ മൊലിറ്റിന്ന് വിളിച്ചാൽ മതി. മനസ്സിലായ? അത്ര വിളിച്ചാൽ മതി. കാന്തപുരം അബൂക്കർ എന്ന് പറഞ്ഞാൽ മതി. അത്ര പറഞ്ഞാൽ മതി. കാരണം ഇബിലീസൊക്കെ അങ്ങനെ തന്നെ പറയുള്ളൂ. എന്നാൽ ഞങ്ങളെ വാദങ്ങൾ പറയട്ടെ. അഹ്ലുസുന്നയുടെ വാദം, ബദരീങ്ങൾ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ തന്നെ രോഗം മാറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് പറയും ഞങ്ങൾ മുശ്രിക്കാണ്, ബാക്കി അപ്പം പറഞ്ഞുതരാം. അങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബദരീങ്ങൾ കാക്കും, ബദരീങ്ങൾ രോഗം മാറ്റും, ബദരീങ്ങൾ എല്ലാം തരും. ബിഖുദ്റത്തില്ലാഹി വവഹ്ദാനിയതിഹി, അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട്. അത് പറയേണ്ടിയില്ല, എല്ലാം അങ്ങനെ തന്നെ. എന്താ അപ്പം പനി പറഞ്ഞ് ബിഖുദ്റത്തില്ലാഹി വഹ്ദാനിയതിഹി, അള്ളാഹിൻ്റെ കുതിരത്ത് കൊണ്ടാണ്. അതന്നെ മോയന്തേ ഈ പറയണത് അഹ്ലുസുന്നയുടെ വാദം തന്നെയാണത്. ബദരീങ്ങൾ രോഗം മാറ്റും എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ തന്നെ രോഗം മാറ്റും എന്ന് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനത്തിൽ പറയാം. എന്നിട്ട് അവസാനത്തിൽ പറഞ്ഞ എന്താണ്, ബി ഖുദ്റത്തില്ലാഹി വഹ്ദാനിയതി. അപ്പം അതന്നെ ചങ്ങായി എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങൾ ബദരീങ്ങളെ കാക്കണേ എന്ന് ആര് വിളിച്ചാലും അതിനർത്ഥം എന്താ, ബദരീങ്ങൾ സ്വന്തമായി കൊണ്ട് കൈകാര്യം ചെയ്യുകയാണെന്നാണോ? അല്ലെങ്കിൽ മമ്പർത്ത് തങ്ങളെ കാക്കണം എന്ന് പറഞ്ഞാൽ മമ്പർത്ത് തങ്ങൾ നേരെ കൈകാര്യം ചെയ്യുകയാണെന്നാണോ? അല്ലെങ്കിൽ മടവൂർ പാപ്പ കാക്കണം എന്ന് പറഞ്ഞാൽ മടവൂർ പാപ്പ നേരെ ഇതാക്കണമെന്നാണോ? അല്ല, അത് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് തന്നെയാണ്. അതന്നെ വിശ്വാസം. അത് തന്നെയാണ് അഹ്ലുസുന്നയുടെ വാദം. ഇജയിലൊന്ന് മായം ചേർത്തുകാണ്ട് അനക്ക് ബന്ധ് വേണമെന്നറിയോ, പൊന്മൾ ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കിട്ടണം. അത് ഇങ്ങനെ കൂട്ടി മാറ്റിക്കാണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവരൊന്നും തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമുള്ള മോനെ. അവരൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കേരളക്കരയിൽ സുന്നത്തമായത്ത് ഇത്രമാത്രം പറഞ്ഞൊരു വ്യക്തി, ഇത്രമാത്രം ജനങ്ങളോട് പറഞ്ഞൊരു വ്യക്തി ഉണ്ടാവില്ല. അറിയിച്ച് അത്രമാത്രം പ്രഭാഷണം നടത്തിയൊരു പണ്ഡിതനാണ് മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവറുകൾ. ഒരു വലിയ മഹാപണ്ഡിതനാണ്. സുന്നത്തമായത്ത് ഇവിടെ നിൽക്കാൻ വേണ്ടിക്കൊണ്ട് 3-4 പതിറ്റാണ്ട് കാലത്തോളം പ്രഭാഷണ രംഗത്ത് തിളങ്ങിയ ഒരു വലിയ പണ്ഡിതനാണ്. എന്നിട്ട് ഇങ്ങനെ കടന്നുകാണ്ട് മിഞ്ഞാന്നിന് വന്നുകാണ്ട് കണഗുണ വർത്താനം പറഞ്ഞതിനെ കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തെറ്റൂല, സുന്നത്തമായത്തിൻ്റെ ആൾക്കാരുടെ ശ്രദ്ധ തെറ്റൂല, ഈമാനുള്ള ആളുകളുടെ ശ്രദ്ധ തെറ്റൂല. എൻ്റെ കുറച്ച് ഒച്ചമുളിയാണ് പോവും എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കൂല. എന്താ ഇപ്പം നമ്മളെ കേരളത്തിലൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിഭാഗം മശായിഖന്മാരെ പറ്റേ മോശാക്കുക. ഒരു അത്ഭുതമാണ് വരെ കാര്യം. മശായിഖന്മാരോടുള്ള മതിപ്പ് ഇല്ലാതെയാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. കുരുവട്ടൂരികളായ നിങ്ങൾ ചെയ്യുന്നത് മശായിഖന്മാരോട് ജനങ്ങൾക്കുണ്ടായിരുന്ന, നാടന്മാരായ ആളുകൾക്കുണ്ടായിരുന്ന മതിപ്പ് ഇല്ലാതെയാക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ അടുത്തൊരാളോട് ചോദിച്ചു, എന്നും സിയാറത്തിന് പോരുന്ന ഒരാളാണ് നമ്മളൊപ്പം. അയാളോട് ചോദിച്ചു, നമുക്ക് സിയാറത്തിന് പോകുകയല്ലേ ചോദിച്ചു. എന്നോട് ഞാനല്ല ഉസ്താദെ, എന്ത് ചോദിച്ചു, ഈ മശായിഖന്മാരോട് നമുക്ക് വലിയൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം അടുത്തുണ്ടല്ലോ ഒരു ചങ്ങായി, ഇങ്ങനെ ചെറിയ ചങ്ങായി, 2-3 ആൾക്കാർ, അവർക്കിത് കഥ അറിയില്ല. ആ കഥ അറിയാത്ത പിന്നെ ഇതുകൊണ്ട് പറയാണ്,
ഇങ്ങനെ ഓല പ്രസംഗം ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നുക എന്തിനാണിതൊക്കെ ചെയ്യണത് എന്ന് തോന്നിപ്പോവുകയാണ്. പറഞ്ഞ മനസ്സിലായി. സ്ഥിരമായിട്ട് നമ്മളിപ്പം സിയാറത്തിന് പോരുന്ന ആളാണ്. എന്തേ അവർക്ക് മതിപ്പ് പോയത്? ഈ കുരുവട്ടൂരികളുടെ പ്രസംഗം കേട്ടതുകൊണ്ട്. മശായിഖന്മാരോടുള്ള മതിപ്പണില്ലാതെയാക്കി കുരുവട്ടൂരികൾ. അതവിടെ സംഭവിച്ചത്.